ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ലെറ്റ്സ് ആസ്ക് ദ ഡിവൈൻ. എന്ത് വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്? എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഓക്കെ, I'll see what it is. The generator staying grounded. ഡിവൈൻ പ്ലാൻ ആണ് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിവൈൻ പ്ലാൻ എന്താണ്. അതുപോലെ തന്നെ ഏറെ പ്രേക്ഷകർ കമൻറ്റ് സെക്ഷനിൽ ഏറെ ക്വയറീസ് ഇട്ടിട്ടുണ്ട്, ഓക്കെ, റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബട്ട് ഐ മേ ഹാവ് മിസ്ഡ് ഇറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ക്വയറീസ് എന്താണ് എഴുതി വിടൂ, സോ ദാറ്റ് ഐ വിൽ നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് ടൈം ടു ടൈം ഞാൻ ആ വീഡിയോസ് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Divine plan. So I'll select 2 cards. So run the group for the divine plan. Run the group. Please give us 2 groups. Divine, please give us 2 group. Please give us 2 group. Run the group. Divine plan. Okay. There is something better. So group 1 ഇതാണ് നിങ്ങളുടെ കാർഡ്, and group 2 in the near future. Okay, so group 2. So group 1, there is something better. Group 2, in the near future. Time നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ്. 2 ഗ്രൂപ്പ്സും കണ്ടു നോക്കാവുന്നതാണ് ഇഫ് യു വിഷ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ദെയർ ഈസ് സംതിങ് ബെറ്റർ. ഓക്കെ, സോ ഡിവൈൻ പ്ലാൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. സി, ഡിവൈൻ പറയുന്നത് നിങ്ങൾ എന്താഗ്രഹിക്കുന്നു വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ബിക്കോസ് അത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ ആഗ്രഹമാണ്. പക്ഷേ ഡിവൈൻ അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടെന്തോ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ നല്ലതായിരിക്കും, ബട്ട് ലോങ് ടേമിൽ നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. സോ അതിനെ സ്റ്റോപ്പ് ചെയ്യാനും ആൻഡ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, ഓക്കെ, ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം തരുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ആ ബെറ്റർ കാര്യം. ഓക്കെ, സോ ഡിവൈൻ പ്ലാൻ എന്താണ്? ഓക്കെ, ഡിവൈൻ ഫോർ ഗ്രൂപ്പ് 1 എന്താണ് ഡിവൈൻ പ്ലാൻ? എന്താണ് ഡിവൈൻ പ്ലാൻ? എന്താണ് ഡിവൈൻ ഗ്രൂപ്പ് 1-ന് നൽകാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഡിവൈൻ? ഓക്കെ, all right, scattered energies definitely. Oh, all right, fine. Okay, എന്താണ് ആഗ്രഹിക്കുന്നത് ഡിവൈൻ? പ്ലീസ് ഗിവ് us a clear cut message. Beautiful cards. Okay, all right. Okay, so പർട്ടിക്കുലർ ലേഡീസ് എന്ന് കേൾക്കുന്നു. സോ ഈ ഗ്രൂപ്പിൽ ഈ വീഡിയോ കാണുന്ന 60% എബോവ് ലേഡീസ് ആയിരിക്കാം. ആൻഡ് ഈ 60% എബോവ് ലേഡീസ് വളരെയധികം ടെൻഷൻ ആൻഡ് സ്ട്രെസ് എടുക്കുന്നവരാണ്. ഞാൻ സർപ്രൈസ് ആകില്ല നിങ്ങൾ പറയുകയാണ് ദാറ്റ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് അതുപോലത്തെ ടെൻഷനാണ് നിങ്ങൾക്കുള്ളത്. വളരെയധികം ഓവർ തിങ്കിങ് പറയാം, പക്ഷെ ഓവർ തിങ്കിങ്ങിനെക്കാട്ടിലും നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് വളരെ മോശമായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ മോശ അനുഭവങ്ങൾ ഓൾമോസ്റ്റ് ഒറ്റയ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ് മീ ടെൽ യു, എല്ലാവരുടെ ലൈഫിൽ ഈ മോശഘട്ടങ്ങൾ വരുന്നതാണ്. ഓക്കെ, ആൻഡ് ഡിവൈൻ്റെ ഏതെങ്കിലും ഒരു പ്ലാൻ സ്പെസിഫിക് ഉണ്ടായിരിക്കും ആ ഒരു മോശഘട്ടം. ബിക്കോസ് എപ്പോഴൊക്കെ നിങ്ങൾക്കൊരു മോശഘട്ടം വരുന്നു ആ സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിലെ ബ്രേക്ക് ത്രൂവും കൂടി വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫോർ ഷ്യോർ. ഞാൻ ഇതുവരെ ഒരാളെ പോലും കണ്ടിട്ടില്ല
ആര് പറയുന്നു ദാറ്റ് എൻ്റെ ലൈഫിൽ ഇത്ര മോശമായിട്ടുള്ള ഘട്ടം ഉണ്ടായിരുന്നു ആൻഡ് അതിൽ ഞാൻ തകർന്നു പോയി. ഇല്ല, അവരെപ്പോഴും പറയുന്നത് ഈ മോശഘട്ടത്തിലാണ് എനിക്ക് ഈ വഴി തെളിവ് വന്നത്. ഓക്കെ, എപ്പോഴും പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങൾ അംഗീകരിക്കുന്നു, എത്രത്തോളം അംഗീകരിക്കുന്നില്ല, അത് നിങ്ങളുടെ മേളിൽ ആണ്. ഓക്കെ, ഇവിടെ ഡിവൈൻ നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വെളിയിലിറക്കാൻ പോകുകയാണ്. ബിക്കോസ് 9 കഴിഞ്ഞ് 10 ദാറ്റ് ഈസ് ഒന്നിന്മേൽ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഓക്കെ, ഒരു സ്ട്രെസ്, ഒരു ടെൻഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു, മൈ ഗുഡ്നസ് ഇത് തന്നെ താങ്ങാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന സമയത്തായിരിക്കും അതിനേക്കാട്ടിലേറെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ശരിക്കും തളർത്തി എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് ദൈവം തരുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, പുതിയ തുടക്കമാണ്. പക്ഷേ ഈ പുതിയ തുടക്കം എന്താണ്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നോക്കുന്നത്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾ ഏത് ഒറ്റപ്പെടലിൽ നിന്ന് പോയോ, ഓക്കെ, ഡിവൈൻ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പരിപാലിക്കുന്ന ആൾക്കാരെയാണ് കൊണ്ടുതരാൻ പോകുന്നത്. അത് നിങ്ങളുടെ വർക്കിലാകാം, ദാറ്റ് ഈസ് നിങ്ങൾ ജോലി സ്ഥലത്ത് കണ്ടുപിടിക്കുന്ന നല്ല കൂട്ടുകാർ, നല്ല സുഹൃത്തല്ല, കൂട്ടുകാരല്ല, പക്ഷെ നിങ്ങളുടെ എപ്പോഴും വഴികാട്ടിയായിട്ട് നിങ്ങൾക്കൊപ്പം നിൽക്കും. ഓക്കെ, നിങ്ങൾ ജോലി സ്ഥലം ദാറ്റ് ഈസ് വെളിയിൽ പോയി ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെ ഫോഴ്സ് ചെയ്തിരിക്കുകയാണ് ഡിവൈൻ നിങ്ങൾക്ക് ശരിയാവുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ. ഓക്കെ, മൈറ്റ് ബി നിങ്ങൾ ശരിയല്ലാത്ത റിലേഷൻഷിപ്സിലായിരുന്നു. ഓക്കെ, ഇവിടെ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് ദാറ്റ് നിങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ വർത്ത് എന്താണ്, ഓക്കെ, നിങ്ങളുടെ വാല്യൂ, മൂല്യം എന്താണ്, അതാണ് നിങ്ങളെ അറിയിക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ മൂല്യം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ അതോറിറ്റി കൂടുകയാണ്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ദാറ്റ് നിങ്ങൾ എവിടെ വളരെ സോഫ്റ്റ്, വളരെ ജെന്വൻ, ആരെന്ത് പറഞ്ഞാലും ഉടനെ കരയുക, അല്ലെങ്കിൽ ഫോർ ലേഡീസ് ആം ടെലിംഗ്. ഓക്കെ, ആൻഡ് ഫോർ മെയിൽസ് ആണെങ്കിലും നിങ്ങൾ വളരെ ഹേർട്ട് ആകുക. ഓക്കെ, ക്യാൻ ബി എ ഡ്രിങ്കിങ് ഇഷ്യൂസ് ആസ് വെൽ, ബിക്കോസ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട്. പക്ഷെ ആവണം എന്നില്ല. പക്ഷെ വളരെയധികം ഹേർട്ട്ഫുള്ളായിട്ട് നടക്കുക, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കുക. അവിടെ നിന്ന് നിങ്ങൾ വളരെയധികം എനർജറ്റിക്. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും നിങ്ങൾ ആ ഒരു പൊസിഷനിലെത്തിയോ, എനർജറ്റിക് പൊസിഷനിലെത്തിയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? നിങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഏതൊക്കെ ആൾക്കാരാണ് നിങ്ങളെ പറ്റി എന്ത് ഗോസിപ്പ് ആയിക്കോട്ടെ, എന്ത് സ്ലാൻഡർ ആയിക്കോട്ടെ അവർ ചെയ്തിരുന്നോ, അവർക്ക് നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ ഒരു മടി ഉണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് യോർ സൈൻ ദാറ്റ് യൂണിവേഴ്സ് നിങ്ങളെ അവരെ കാട്ടി വലുതാക്കിയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് യുവർ സൈൻ ആസ് വെൽ. നിങ്ങളുടെ അടുത്ത എല്ലാ ആൾക്കാരും ഓപ്പൺലി സംസാരിക്കില്ല. ഓക്കെ, ആ ഒരു നേച്ചർ നിങ്ങൾ ഇനിയും കണ്ടു തുടങ്ങും. ആരൊക്കെ നേരത്തെ ഒന്നും അറിയാതെ വെറുതെ തുറന്ന് എന്തേലും പറയും, ഓക്കെ, എന്ത് വിഡ്ഢിത്തവും പറയുമായിരുന്നു, ഇപ്പോൾ അത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് വാക്കുകളെ ലഭിക്കില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഈവൻ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങും എത്തിയില്ല. ഓക്കെ, ബട്ട് ഡിവൈൻ നിങ്ങളെ ആ ഒരു പൊസിഷനിലാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെയാണ് അറിയാൻ പോകുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിവൈൻ പ്ലാൻ? എന്താണ് ഡിവൈൻ പ്ലാൻ? എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്? റെസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ചില പ്രേക്ഷകർക്ക് പിൽഗ്രിമേജ് ട്രാവലിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ തീർത്ഥാടനങ്ങളിൽ പോകാനും ഏർപ്പെടാനും നിങ്ങൾ സമയം കണ്ടെത്തും. അതുപോലെ തന്നെ ഏറെ സ്ട്രെസ്, ടെൻഷൻ, എപ്പോഴും ജോലിയിൽ നിന്നവർക്ക് ഏറെ സ്വസ്ഥത, സമാധാനം വരുന്നുണ്ട്. ജോലി കാര്യങ്ങളിൽ പോലും സ്വസ്ഥത, സമാധാനം വരുന്നുണ്ട്. നിങ്ങളെ സഹായിക്കാനുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങൾ ഇത്രയും പീസ്ഫുൾ ആകും. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരിക്കലും ആ ചിന്ത ഉണ്ടാവില്ല ഒരാൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. എന്നാൽ പോലും നിങ്ങളുടെ ഒരു
സ്വോർഡ്, ഒരു പടി, ദാറ്റ് ഈസ് ആരെങ്കിലും വന്നാൽ തന്നെ ആ ഉത്തരം എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് എങ്ങനെ വിജയിക്കണം, അതിനുള്ള ഒരു വഴി നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഓക്കെ, സോ ഡിവൈൻ നിങ്ങൾക്ക് റെസ്റ്റ് ആണ് തരുന്നത്, അഷ്വറൻസ് ആണ് തരുന്നത്. ഓക്കെ, ദാറ്റ് നിങ്ങളുടെ കാര്യങ്ങളിൽ വന്ന ബാധ്യതകൾ, എന്തൊക്കെ ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഓക്കെ, എന്തൊക്കെ ചെയ്തെടുത്ത് പറ്റും, അതൊക്കെ മാറ്റിത്തരും. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരിക്കുന്ന പവർ വളരെ സ്ട്രോങ് ആക്കി തരും. ഓക്കെ, നിങ്ങൾ വ്യക്തമായിട്ടല്ല സംസാരിച്ചിരുന്നെങ്കിൽ ഇനി നിങ്ങൾ വ്യക്തമായി സംസാരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഫ്ലുവൻ്റ്ലി അല്ലെങ്കിൽ വളരെ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നെങ്കിൽ അതുപോലെ ആകും. നിങ്ങൾ വളരെ കെയർ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഓക്കെ, ആൾക്കാർക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് എന്തും പറയാമെന്നുള്ള ആ ഒരു അതോറിറ്റി നിങ്ങൾ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കഴിയാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾ ആ ഒരു അവർക്ക് കൊടുത്ത ആ ഒരു അതോറിറ്റി നിങ്ങൾ മാറ്റുകയാണ്. ഏസ് ഓഫ് വോൺസ് ആണ്. സോ ഷിഫ്റ്റ് ഇൻ എനർജി, അത് ഫിസിക്കലി മാത്രമല്ല. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഷിഫ്റ്റ് ഉണ്ട്. സോ ചില ആൾക്കാർ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർ, നിങ്ങളുടെ നെയ്ബേഴ്സ്, നിങ്ങളുടെ ചുറ്റിനുള്ളവർ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, അത് ഫിസിക്കലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഇമോഷണലി ആയിക്കോട്ടെ, അവരെങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അയൽവക്കത്തിൽ നിന്ന് മാറി പോകുന്നതാണ്. ഓക്കെ, ഇവിടെ എനിക്ക് ഫീൽ ആകുന്നുണ്ട് ദാറ്റ് ചില പ്രേക്ഷകരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ, നിങ്ങളുടെ റിലേഷൻ ആകാം, നിങ്ങളുടെ സഹോദരങ്ങളാകാം, നിങ്ങളുടെ അയൽവക്കത്തിൽ താമസിക്കുന്നവരാകാം, അവർ പലപ്പോഴും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വാക്കുകളിലൂടെയാകാം. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർക്കത് സാധിക്കുന്നില്ല. നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും. ഓക്കെ, നേരത്തെ നിങ്ങൾ ഇല്ലാഞ്ഞപ്പോൾ, നിങ്ങൾ അവർക്കൊപ്പം ഇല്ലാത്തപ്പോൾ അവർ നിങ്ങൾക്കെതിരെ എന്തൊക്കെ പറഞ്ഞിരുന്നോ, ഇപ്പോൾ അതുപോലും അവർക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് എവിടെ ഒരു പേടി അവരുടെ മനസ്സിൽ വന്ന് ചേർന്നിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, ഈ കാർഡ് ഡയറക്റ്റ്ലി ജമ്പ് ആയതാണ്. സോ ഐ വോണ്ട് ടു നോ വാട്ട് ഇറ്റ് ഈസ്. 7 of Cups, okay, 4 of Pentacles and Queen of Wands. All right. സോ ചില ആൾക്കാർക്ക് ജ്വല്ലറി, കേരളീയർ ആണെങ്കിൽ സ്വർണം വളരെ ആകർഷണീയമാണ് എല്ലാവർക്കും. സോ സ്വർണ്ണമിടാൻ കൊതിച്ചവർ, ഓക്കെ, എനിക്കറിയില്ല എങ്ങനെ, എനിക്കറിയാം സ്വർണത്തിൻ്റെ വില ഒത്തിരി വലുതാണിപ്പോൾ. ഓക്കെ, എനിക്കതെല്ലാം അറിയാം. പക്ഷേ ഇവിടെ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഏത് പ്രേക്ഷകർക്ക് സ്വർണം തീരെ ഉണ്ടായിരുന്നില്ല ആൻഡ് ജീവിതത്തിൽ അത് വലിയൊരു ആഗ്രഹമായിരുന്നു, ഒരു സ്വർണം, അത് കമ്മലായിക്കോട്ടെ, റിങ് ആയിക്കോട്ടെ, ഓക്കെ, ചെയിൻ ആയിക്കോട്ടെ, വാങ്ങിക്കണം എന്ന് തോന്നിയിരുന്നോ, നിങ്ങൾ വാങ്ങിക്കും. നിങ്ങൾക്കല്ലെങ്കിൽ ഒരാൾ ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അത് വരുന്നുണ്ട്. പ്ലസ് ആരൊക്കെ മറഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നോ അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും, നിങ്ങൾ പോലും അറിയാതെ. അവർ പോയി കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ദാറ്റ് അവർ നിങ്ങൾക്ക് ശരിയല്ലായിരുന്നു. അതിനുള്ള സർക്കംസ്റ്റൻസസ് ഉണ്ടാകുന്നതാണ്. പണ ഇടപാടുകൾ സൂക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഏറെ പണ ഇടപാടുകൾ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി എ ലോൺ ആസ് വെൽ. ലോൺ എടുക്കുന്നതാകാം, ഓക്കെ, അല്ലെങ്കിൽ പണം റിലേറ്റഡ് പല സ്ഥലത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാം. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ചില ആൾക്കാർ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് നന്നാക്കി വെക്കാൻ ശ്രമിക്കാവുന്നതാണ്. ശ്രദ്ധിക്കൂ. ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുന്നത് എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? സൗഹൃദമാണ്, അതിന് വേണ്ടിയിട്ടാണ് വരുന്നെങ്കിൽ വളരെ നല്ലത്. പണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നെങ്കിൽ ശ്രദ്ധിക്കൂ എന്താണ് ചെയ്യേണ്ടത്.
നിങ്ങളുടെ നോളജ്, നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്തെടുക്കുന്നത് അത് അറിയാനാണ് വരുന്നത്. അപ്പോഴും ശ്രദ്ധിക്കൂ. ഓക്കെ, ബിക്കോസ് ഇവിടെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ക്വീൻ ഓഫ് വോൺസ് ആണ്. ഓക്കെ, നൗ ലെറ്റ് മീ ടെൽ യു, മെയിൽ പ്രേക്ഷകർ, ഫീമെയിൽ പ്രേക്ഷകർ. ഓക്കെ, നിങ്ങളിൽ ചിലർ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ അറിയിക്കാതെ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ആൾക്കാരെ അറിയിക്കാതെ ചെയ്യുന്ന ജോലി എന്തെന്ന് കണ്ടുപിടിക്കാൻ കുറേ ഡിറ്റക്റ്റീവ്സ് നിങ്ങളുടെ ചുറ്റിനും ഉണ്ട്. ഓക്കെ, ഞാൻ അവരെ ഡിറ്റക്റ്റീവ്സ് എന്ന് പറഞ്ഞത് ബിക്കോസ് അവരെ എപ്പോഴെപ്പോഴും എടുത്ത് പറയണ്ടല്ലോ. ഓക്കെ, സോ അവർ ശരിക്കും അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതറിയാൻ വേണ്ടിയിട്ടും അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കൂ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വിട്ട് പറയാതിരിക്കൂ. ബിക്കോസ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ബിസിനസ് കുതിയാൻ പോകുകയാണ്. ദാറ്റ് ഈസ് ഗ്രോത്ത് ആകാൻ പോകുകയാണ്. മലയാളം ഞാൻ തെറ്റാണ് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ബിസിനസ്സിൽ ഏറെ ഗ്രോത്ത് വരാൻ പോകുകയാണ്. ഗ്രോത്ത് വരുമ്പോൾ പ്രൊട്ടക്ഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഒരു കമൻറ്റിൽ ചോദിച്ചിരുന്നു, വെളിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഓറ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത്. വെരി സിമ്പിൾ മെത്തേഡ്. നിങ്ങൾ വീട്ടിന് വെളിയിൽ ഇറങ്ങുന്ന മുമ്പ് ഓക്കെ പ്രാർത്ഥിക്കൂ ദാറ്റ് ഞാൻ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്. ആൻഡ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഗോൾഡൻ ലൈറ്റ് എനർജി അല്ലെങ്കിൽ വൈറ്റ് ലൈറ്റ് എനർജി നിങ്ങളുടെ ചുറ്റും പതിഞ്ഞിരിക്കുന്നതായി, ദാറ്റ് ഈസ് നിങ്ങളുടെ ഓറയെ സംരക്ഷിക്കുന്നതായി, നിങ്ങളെ സംരക്ഷിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കൂ. അതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ചെയ്യൂ. ആൻഡ് നിങ്ങൾ ഉറപ്പ് വരുത്തൂ ദാറ്റ് വേറൊരു നെഗറ്റീവ് എനർജി ഈ ഷീൽഡ് ക്രോസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ കടക്കില്ല. ഓക്കെ, നിങ്ങളുടെ ഓറയിൽ കടക്കില്ല. എന്നും നിങ്ങൾ ഇത് കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ എനർജിയിൽ തന്നെ നിങ്ങൾക്കേറെ വ്യത്യാസം കണ്ടു തുടങ്ങുന്നതാണ്. ഓക്കെ, നാ സെയിം തിങ് ഹിയർ. നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ലാഭത്തെ അറിയാനും അതിനെ ഉപയോഗിക്കാനും ആഗ്രഹിക്കുന്നവർ ഏറെയുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകുന്നത്, ഇതൊക്കെ അറിയാൻ വളരെ ആഗ്രഹമുള്ള മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അത് നിങ്ങളുടെ അടുപ്പമുള്ളവരാകാം, നിങ്ങളോട് അടുപ്പം ഇല്ലാത്തവരാകാം. സോ ഇവിടെ ഡിവൈൻ പറയുന്നത് ശ്രദ്ധിക്കൂ, ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റാൾക്കാരോട് പറയേണ്ട ആവശ്യം ഇല്ല. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് പ്രൊട്ടക്ഷനാണ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഡിവൈൻ, വാട്ട് ഈസ് ദ പ്ലാൻ? എന്താണ് ഡിവൈൻ പ്ലാൻ? സോ എന്താണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്? ഇനീഷ്യേഷൻ. ഓക്കെ, സോ നിങ്ങൾ ഇപ്പോൾ ആ ഇനീഷ്യേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു there is something better എന്നാണ് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്രോസ് ചെയ്യാൻ പോകുന്ന ഈ പാത, ഇത് നിങ്ങളുടെ അൾട്ടിമേറ്റ് ത്രെഷ് ഹോൾഡ് ആയിരിക്കും. ഓക്കെ, സോ ലാസ്റ്റിലെ 2-3 പടികൾ എന്ന് പറയുന്ന അതാണിവിടെ ഉള്ളത്. ഓക്കെ, അത് നിങ്ങൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഭാഗ്യം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ നിങ്ങളുടെ ലക്ക് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി 777 999 ഇത് നിങ്ങൾ കണ്ടു തുടങ്ങും. ആൻഡ് ഈവൻ 555. ഓക്കെ, ഇത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണ്ടു തുടങ്ങുന്നതാണ്. ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടെൻഷൻ ഏരിയയാണ്, സ്ട്രെസ് ഏരിയയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രേക്ക് എടുക്കുക, റിലാക്സ് ചെയ്യുക. ഓക്കെ, പിങ്ക് സോൾട്ട്, ഓക്കെ, എപ്സം പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും, ഓൺലൈനിൽ കിട്ടുന്നതാണ്. അത് ഇത്തിരി വാങ്ങിച്ച് അതിട്ട് കുളിക്കുക. നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡിയെ റിഫ്രഷ് ആക്കുന്നതാണ്. ഓക്കെ, ഓൾ റൈറ്റ്. Divine, please tell us, what are you going to give them exactly? What are you going to give them exactly? Okay, tarot. Wait. What are you going to give them exactly? എന്താണ് കൊടുക്കാൻ പോകുന്നത്? Okay. All right.
നിങ്ങളുടെ ഒരു പേടി, ഓക്കെ, പ്രേക്ഷകരുടെ മൈൻഡിൽ ഒരു പേടി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പേടിയായിരുന്നു. ആ പേടിയിൽ നിന്ന് നിങ്ങളെ ഇറക്കി തരികയാണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് കൊണ്ട് തരികയാണ്, നിങ്ങൾക്ക് കറേജ് കൊണ്ട് തരികയാണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കത്തില്ലായിരുന്നു നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നായിരുന്നെങ്കിൽ സംവെയർ. ആൻഡ് ഐ എം 100% ഷുവർ കമൻറ്റ് സെക്ഷനിൽ ഏറെ ആൾക്കാർ എഴുതും ഈ ഒരു കാർഡ് കേൾക്കുമ്പോൾ, യെസ് അത് ഞങ്ങൾ ഇറങ്ങത്തില്ലായിരുന്നു എന്നുള്ളത്. ബിക്കോസ് ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങളെ എന്നേക്കുമായി മുക്തി നൽകാൻ ആണ് ഡിവൈൻ നിങ്ങൾ ചോദിച്ച കാര്യം അല്ലാതെ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ള കാര്യം ചെയ്തു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. അതിൻ്റെ ഹിൻറ്റ് നിങ്ങൾക്ക് 8 ദിവസം എന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നു, അതിൻ്റെ എട്ടാമത്തെ ദിവസം നിങ്ങൾക്കൊരു സൈൻ ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ആ സൈൻ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വന്ന് നിങ്ങൾക്ക് എഴുതാം എന്ത് സൈനാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ, സോ ഓവറോൾ വാട്ട് ഐ ക്യാൻ ഫീൽ ഇസ് നിങ്ങളുടെ കറേജ്, നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് വളരാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസ് വളരാൻ പോകുന്നത്, അത് ബിസിനസ് ആയിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ, ഓക്കെ, ബോത്ത്, അത് രണ്ടും വളരാൻ പോകുന്നുണ്ട്. ഇത്രയും നാളും റെസ്റ്റ് ഇല്ലാതെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ റെസ്റ്റ് ലഭിക്കാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിക്കാൻ പോകുകയാണ്. സോ എവിടെയൊക്കെ നിങ്ങൾക്ക് പറയണം ആൻഡ് പറയാതെ നിങ്ങൾ പേഷ്യൻസ് വെച്ചിരുന്നോ അവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വ്യക്തത കൊണ്ടുവരുന്നതാണ്. Okay, so that is what divine is giving you. Okay, so anything specific? One more time. Anything specific? ആസ് വെൽ ആസ് കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ ഗോഡസ് ലക്ഷ്മി പറയുന്നുണ്ട് ഐ ആം വിത്ത് യു. സോ നിങ്ങളിൽ ആരോ ഗോഡസ് ലക്ഷ്മിയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എൻ്റെ കൂടെയുണ്ടോ? ആൻസർ ഇസ് യെസ്. ഡിസ്റപ്ഷൻ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഡിസ്റപ്ഷനാണ് എടുത്തു മാറ്റുന്നത്. ദാറ്റ് ഈസ് ലോ ഫ്രീക്വൻസി. ആരൊക്കെ എങ്ങനെയൊക്കെ തരുന്നോ അവരെയൊക്കെ മാറ്റി വിടുകയാണ്. സോ യെസ്, സോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇങ്ങനത്തെ ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടാവും ആൻഡ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരണേ എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. പക്ഷെ ഡിവൈൻ അവരെ അല്ല തരുന്നത്. ഓക്കെ, അവരെ മാറ്റും. ഐദർ അവർ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു നല്ല ബൗണ്ടറി വെക്കും എവിടെ നിങ്ങൾ അവർക്ക് എല്ലാ ആക്സസും കൊടുക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ദ ഡിവൈൻ ഈസ് ഗോയിങ് ടു ഗിവ് യു. ഓൾ റൈറ്റ്. ആൻഡ് well, if you look 4 into 4 16 ആണ്. Okay, so somewhere the divine plan is around there and ചില മെമ്പേഴ്സിൻ്റെ ബർത്ത്ഡേ 16th ആയിരിക്കാം എനി മന്ത്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇതാണ് ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി എന്നെ എഴുതി അറിയിക്കൂ. ഓക്കെ, ഞാൻ എല്ലാവരുടെയും കമൻറ്റ് സെക്ഷൻ വായിക്കാറുണ്ട്. ഈവൻ ദോ എനിക്ക് റിപ്ലൈ തരാൻ പറ്റാറില്ല. ഓക്കെ, പക്ഷേ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് സെക്ഷൻസ്, എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ, മാക്സിമം ഷെയർ ചെയ്യൂ. ആൻഡ് ഏറെ ഏറെ പ്രേക്ഷകർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. എനർജി എക്സ്ചേഞ്ച് ചെയ്തിടൂ. ഓക്കെ, എനർജി എക്സ്ചേഞ്ച് എപ്പോഴും ചെയ്യൂ. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, സോ എന്താണ് ഡിവൈൻ പ്ലാൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ? ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓൾമോസ്റ്റ് 3 to 6 months ആണ്. ഇത്രയും മാസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 3 monthsലാകാം, 4 monthsലാകാം, 5 monthsലാകാം. ഓക്കെ, സോ ലെറ്റ്സ് സീ എന്താണ് ഡിവൈൻ പ്ലാൻ ഫോർ ഗ്രൂപ്പ് 2. എന്താണ് ഡിവൈൻ പ്ലാൻ ഫോർ ഗ്രൂപ്പ് 2 പ്ലീസ്? ഓക്കെ, വാ, ഹീലിംഗ് ആണ്.
ഓൾ റൈറ്റ്. ഓക്കെ, ഹീലിംഗ് ആണ് ആൻഡ് 3 ഓഫ് wands ആണ്. സോ ഐ ബിലീവ് ഗ്രൂപ്പ് 2 പ്രേക്ഷകർ നിങ്ങൾ ഏറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഹീലിംഗ് നടക്കാൻ. ഓക്കെ, സോ സംവേർ ചില പ്രേക്ഷകർ 7 ചക്ര ഹീലിംഗ് ചെയ്യുന്നുണ്ട്, ചിലർ സോൾ സ്റ്റാർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സ്പെസിഫിക് ആണ്, ചിലർ മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. ചില ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ, സോ മൈറ്റ് ബി നിങ്ങൾ കരിയർ ഹീലിംഗ്, ഓക്കെ, കരിയർ ഹീലിംഗ് അല്ലെങ്കിൽ മണി ഹീലിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യെസ്, ആ ഹീലിംഗ് നിങ്ങൾക്ക് ഒരു ഷിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഏറെ കുറേ പ്രേക്ഷകർ നിങ്ങളുടെ ഒരു വഴി അടഞ്ഞിരുന്നു, ഒരു ബ്ലോക്കേജ്. ഓക്കെ, എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ നിൽക്കുകയായിരുന്നു. വിത്തിൻ 3 weeks to 3 months നിങ്ങൾക്ക് ആ ബ്ലോക്കേജ് മാറ്റാനുള്ള ഒരു വഴി നിങ്ങൾക്ക് കൊണ്ടുതരികയാണ്. ചില പ്രേക്ഷകർ അവർ ചെയ്യുന്ന ജോലിയിൽ അപ്രിസിയേഷൻ വരുന്നുണ്ട്. ഓക്കെ, റിക്കഗ്നിഷൻ വരുന്നുണ്ട്. 5 of Pentacles ആൻഡ് Knight of Sword. ഓൾ റൈറ്റ്. സോ ഞാനിപ്പോൾ മണി ഹീലിംഗിൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ബട്ട് എവിടെയോ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് ഇത് ഡിവൈൻ പ്ലാൻ ആണ്, എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, എന്തായാലും പ്ലാൻ നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഡിവൈൻ പ്ലാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മണി ക്രഞ്ചസ്. ഓക്കെ, അത് നിങ്ങൾക്ക് റെൻറ്റ് മൊത്തം പേ ചെയ്യാൻ പണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സ്കൂൾ ഫീസ് പേ ചെയ്യാൻ പണം ലഭിക്കുന്നില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരിടത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ലോൺ കൊടുക്കാനുണ്ട്, അത് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടുണ്ട് അവിടെ പൈസ അടയ്ക്കാൻ പറ്റുന്നില്ല. ഈ ഫിനാൻഷ്യൽ ക്രഞ്ചസ് നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ഓൾറെഡി അതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് കാണുന്ന കാര്യങ്ങളിലൊന്നും എടുത്ത് ചാടരുത്. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്താൽ പണം ഇങ്ങനെ ഉണ്ടാക്കാം, ആ കാര്യം ചെയ്താൽ പണം ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എല്ലാത്തിലും കൂടി തലയിടല്ലെന്ന് പറയില്ലേ, മറ്റൊരാളുടെ കാര്യത്തിന് തലയിടല്ല എന്ന് പറയുന്ന അതേ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഓടി നടന്ന് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓക്കെ, അതിൻ്റെ ആവശ്യം ഇപ്പോൾ നിങ്ങൾക്കില്ല. 2 of Swords, യെസ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങൾ വളരെയധികം ടെൻഷനിലാണ്, എന്ത് ചെയ്യണം നിങ്ങൾക്കറിയത്തില്ല. ഓക്കെ, ആൻഡ് ഐ നോ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയം കൂടിയാണ് ഗ്രൂപ്പ് 2 നിങ്ങൾക്ക്. ഓക്കെ, ഫൈനാൻസസിൽ ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മെമ്പേഴ്സിന്. അതുപോലെ തന്നെ ഫൈനാൻസ് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ, ഓക്കെ, നല്ല ഏജായ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ശാരീരിക അല്ലെങ്കിൽ മാനസിക സ്വസ്ഥതയിൽ ഉണ്ടായ ചില മാറ്റങ്ങളും നിങ്ങളെ ഏറെ പേടിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരെ നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാകാം. ഏസ് ഓഫ് വാൻഡ്സ് ആണ് വരുന്നത്. കാര്യങ്ങൾ ശരിയാകാൻ പോകുകയാണ് ഓൾമോസ്റ്റ് വിത്തിൻ നെക്സ്റ്റ് മന്ത്, ഫസ്റ്റ് വീക്ക്. ഓക്കെ, സോ ഇപ്പോൾ ഇന്ന് തന്നെ October 13 ആയി. സോ മൈറ്റ് ബി November 1st വീക്ക് ആകുമ്പോഴേക്കും ഒത്തിരി വ്യത്യാസം, ഒത്തിരി സമാധാനം നിങ്ങളുടെ സിറ്റുവേഷനിൽ വരുന്നതാണ്, ബോത്ത് മണി വൈസ് ആൻഡ് എൽഡർലി വൈസ്. ഓക്കെ, സൺ കാർഡ്. സോ ഡിവൈൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് സക്സസ് ആണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. 3 months, 4 months, 5 months ഇതിനുള്ളിൽ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതാണ് നിങ്ങളുടെ സക്സസ്. ഹാങ്മാൻ ആണ് പറയുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ആൻഡ് പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ചില മെമ്പേഴ്സിന് ഈ ഒരു കാര്യം കൊണ്ടുതരുന്നത്. ഓക്കെ, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ ബ്രേക്ക് ത്രൂ എന്ന് പറയാം, പക്ഷേ ബ്രേക്ക് ത്രൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഓൾറെഡി നിങ്ങളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്വീൻ ഓഫ് വാൻഡ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സ്റ്റാൻഡ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടെ നിങ്ങളോട് സ്റ്റാൻഡ് എടുക്കാനാണ് പറയുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആർക്ക് വേണ്ടിയാണ് പറയുന്നത്, ആർക്കെതിരെയാണ് പറയുന്നത്, ഓക്കെ, അത് ശ്രദ്ധിക്കൂ. പ്ലസ്
നിങ്ങൾക്ക് എത്ര ആ ഒരു കാര്യത്തിന് കൂടെ നിന്നാൽ നിങ്ങൾക്ക് എത്ര അത് ഫലപ്രദമാകും, എത്ര ഫലപ്രദം ആകില്ല, അതാണ് ഇവിടെ ആലോചിക്കേണ്ടത്. ഓക്കെ, എന്നൊരു ഗൈഡൻസ് ആണ്. 2 of Wands. വൺസ് നിങ്ങൾ ആ ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. ഓക്കെ, സോ സി നിങ്ങളുടെ സക്സസ് ആണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഈ സക്സസ് 2 ഘട്ടമായിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് വിതിൻ 2 to 3 months ലഭിക്കും. ആൻഡ് ദെൻ അതിൻ്റെ കംപ്ലീഷൻ പോയിന്റ്, അത് വിജയകരമാകുന്നത് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഐ ടേക്ക് വൺ മോർ. ദ മൂൺ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് ഇവിടെ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി റൈറ്റ് പാതയിലാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷനെ വളർത്താൻ തുടങ്ങൂ, വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ബിക്കോസ് ഈ ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ, 2 ചോയ്സസിൽ നിന്ന് ഒരു ഡിസിഷൻ അത്ര എളുപ്പമല്ല. ആൻഡ് ശരിയായ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കണം. ഓക്കെ, ഓൾ റൈറ്റ്. What else? So group 2. സ്റ്റാർ മദർ, ഹൗ ക്യാൻ യു മദർ യുവർസെൽഫ്? ഞാൻ പറഞ്ഞിരുന്നു ഹീലിംഗ് വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്നുണ്ട്. ചില മെമ്പേഴ്സിന് അവരുടെ അമ്മ വഴി ആയിരിക്കാം ഹീലിംഗ് കിട്ടുന്നത്. അമ്മ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വരുന്നതോ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ അച്ഛന്മാരെ കാണാൻ പോകുന്നതോ ആകാം. അവിടെ നിങ്ങൾക്ക് ഏറെ സാന്ത്വനം സന്തോഷം ലഭിക്കുന്നതാണ്. ചില പ്രേക്ഷകർ വൃദ്ധസദനം, ഓക്കെ, അവിടെ വിസിറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ആൻസർ ദ കോൾ. Why? What is your soul calling you to do? എന്താണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങളോട് ചെയ്യാൻ? ഏറെ പ്രേക്ഷകർക്ക് അറിയാം അവരെന്താ ചെയ്യേണ്ടത്, പക്ഷേ അവർ ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ആയത് വീട്ടിലാരോ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ, അല്ലെങ്കിൽ ഓഫീസ് ആൻഡ് വീട്ടു ജോലി 2 ജോലിയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല, അങ്ങനെ, ഓർ എൽസ് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഇല്ലായ്മ, അത് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇവിടെ പറയുന്നത് ആൻസർ ദ കോൾ. നിങ്ങൾ കോൾ ആൻസർ ചെയ്യൂ. ഓക്കെ, നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ആകാശ, യുവർ ഗൈഡൻസ് ഇസ് ഡിവൈൻലി ഗൈഡഡ്. സോ എന്തൊക്കെ ഇപ്പോൾ നടക്കുന്നു, ഇത് നിങ്ങളുടെ ആകാശിക് റെക്കോർഡ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ദാറ്റ് ഈസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അത് നല്ല കർമ്മമാണെങ്കിൽ നല്ലത്, തെറ്റായ കർമ്മമാണെങ്കിൽ അത് നമുക്ക് ഫോർഗിവ്നെസ് പ്രെയർ അല്ലെങ്കിൽ മറ്റ് പ്രെയർ അല്ലെങ്കിൽ കർമ്മ ഹീലിംഗ് ഇതൊക്കെ ചെയ്ത് മാറ്റാവുന്നതാണ്. ഓക്കെ, സോ യെസ്, ഇപ്പോൾ വരുന്ന കാര്യം, ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് ഡിവൈൻലി ഗൈഡഡ് ആണ്. യെസ്, ഐ എം ഡിവൈൻലി ഗൈഡഡ് എന്നത് നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. ഓക്കെ, സോ let's see what is your divine plan for group 2. What is your divine plan? Patience and planning. Patience and planning. മെറ്റീരിയൽ ഹാർവസ്റ്റ്. സോ യെസ്, ഡിവൈൻ നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് കൊണ്ടുവരുന്നത്. ആസ് വെൽ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ പേഷ്യൻസ് കണ്ടിട്ട്. ഓക്കെ, നിങ്ങൾ വളരെയധികം പേഷ്യൻസ് കാണിച്ചു, എല്ലാ കാര്യത്തിലും എടുത്തു ചാടാൻ ശ്രമിച്ചില്ല. ഈവൻ തോ ആഗ്രഹമുണ്ടായിരുന്നു, നിങ്ങൾ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ് വരാൻ പോകുന്നത്. ഏറെ സാമ്പത്തികം നിങ്ങളുടെ ഉയരുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2ൻ്റെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ പറയൂ. ഐ ആം റെഡി ടു റിസീവ്. ഐ ആം റെഡി ടു റിസീവ്.
ഏറെ ഷെയർ ചെയ്യൂ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത മെമ്പേഴ്സ് ഇനിയും ഈ വീഡിയോയിലുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എനർജി എക്സ്ചേഞ്ച് ചെയ്തിടൂ. ഓക്കെ, ആൻഡ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും thank you so much guys, thank you so much. So see you in my next video. Bye.